അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പഠിതാക്കളെ, അസ്സമീഉ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ മറ്റൊരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അസ്സമീഉ എന്ന ഇസ്മ അർത്ഥമാക്കുന്നത് പരസ്യമായത്, രഹസ്യമായത്, അടുത്തത്, അകന്നത്, നേർത്തത്, കട്ടിയുള്ളത് തുടങ്ങിയുള്ള വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവിധ ശബ്ദങ്ങളും വളരെ സൂക്ഷ്മമായി കേൾക്കുന്നവൻ എന്നതാണ് അസമീർ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിന് ശബ്ദങ്ങൾ ഒരാശയക്കുഴപ്പമുണ്ടാക്കുകയോ അവ്യക്തമാവുകയോ കൂടിക്കുഴയുകയോ തിരിയാതിരിക്കുകയില്ല. ഒരു കേൾവി മറ്റൊന്ന് കേൾക്കുന്നതിന് തടസ്സമാവുകയോ പ്രശ്നമാവുകയോ പ്രയാസമാവുകയില്ല. നമുക്കറിയാം, ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാരുണ്ട്, വ്യത്യസ്ത സംസ്കാരമുണ്ട്, വ്യത്യസ്ത ഭാഷയുണ്ട്, വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകൾ ഏതു തരത്തിലുള്ള ഭാഷയിലാണെങ്കിലും അതെല്ലാം കൃത്യമായി വേർതിരിച്ച് അറിഞ്ഞ് പ്രാർത്ഥനക്ക് സസൂക്ഷ്മം കേട്ട് ഉത്തരം നൽകുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പോൾ ഭാഷകളുടെ വൈവിധ്യം ഏത് ഭാഷയാണെങ്കിലും അതൊന്നും അള്ളാഹുവിൻ്റെ കേൾവി എന്ന് പറയുന്ന ഈയൊരു മഹനീയ വിശേഷണം ആ ഭാഷകളെ മുഴുവനും കൃത്യമായി മനസ്സിലാക്കാനുള്ള അള്ളാഹുവിൻ്റെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് റഅദിലെ 10-ാമത്തെ ആയത്തിൽ സവാഅൻ മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ് ബില്ലൈലി വസാരിബ് ബിന്നഹാർ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രഹസ്യമായി സംസാരിച്ചവനും പരസ്യമായി സംസാരിച്ചവനും രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നവനും പകലിൽ പുറത്തിറങ്ങി നടക്കുന്നവനുമെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ 45 സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ അസമീർ എന്ന നാമം വന്നിട്ടുണ്ട്. അതിൽ അസമീർ എന്ന് പറയുന്ന ഈ നാമം കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ളത് അൽ അലീം എന്ന നാമത്തോടു കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നമ്മൾ പല പ്രാവശ്യം കേട്ടതാണ്. എല്ലുകൾ ബലഹീനമായ, തലമുടി നരച്ചു തിളങ്ങിയ, വാർദ്ധക്യം പ്രാപിച്ച, ഭാര്യ വന്ധ്യയായ ആ പ്രവാചകൻ അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നത് റബ്ബി ഹബിലി മില്ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉ ദുആ, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ നിൻ്റെ പക്കൽ നിന്ന് ഒരു ഉത്തമ സന്താനത്തെ നൽകണമേ, തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. അതേപോലെ തന്നെ മറിയം റളിയല്ലാഹു അൻഹയുടെ മാതാവ് നിർവഹിച്ച ഒരു പ്രാർത്ഥന സൂറത്ത് ആൽ ഇംറാനിൽ 35-ാമത്തെ ആയത്തിൽ റബ്ബി ഇന്നി നസർതു ലക മാഫി ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻത സമീഉൽ അലീം, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞു വെക്കാൻ ഞാൻ നേർന്നിരിക്കുന്നു. ആകയാൽ എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ, തീർച്ചയായും ഇന്നക അൻത സമീഉൽ അലീം, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ നമുക്ക് അസമീർ എന്ന് പറയുന്ന ഈ നാമം കാണാൻ സാധിക്കും. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. അള്ളാഹുവിൻ്റെ നാമത്തിൽ, അവൻ്റെ നാമം അനുസ്മരിക്കുന്നതോടുകൂടി ഭൂമിയിലും ആകാശത്തിലും യാതൊന്നും ഉപദ്രവമാവുകയില്ല. മാത്രമല്ല അവനെല്ലാം സസൂക്ഷ്മം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന പഠിപ്പിച്ച സന്ദർഭത്തിൽ പറഞ്ഞു, ഒരാൾ പ്രദോഷത്തിൽ ഈ പ്രാർത്ഥന 3 പ്രാവശ്യം ചൊല്ലിയാൽ നേരം പുലരുന്നവരെ പെട്ടെന്നുള്ള ഒരു പരീക്ഷണവും അവനെ ബാധിക്കുകയില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ പ്രാർത്ഥന ഒരാൾ പ്രഭാതത്തിലാണ് 3 പ്രാവശ്യം ഇത് പറയുന്നതെങ്കിൽ വൈകുന്നേരം ആകുന്നവരെ പെട്ടെന്നുള്ള ഒരു പരീക്ഷണവും അവനെ ബാധിക്കുകയില്ല എന്ന് നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിന് എഴുന്നേറ്റ് തക്ബീർ ചൊല്ലിയാൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം പറയുമായിരുന്ന ഇസ്തിആദത്ത് അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്നും ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പ്രവാചകൻ പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ അഊദു ബില്ലാഹി സമീഉൽ അലീം
മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസത്തി വനഫ്ഖിഹി വനഫ്സിഹി. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അവൻ്റെ ഭ്രാന്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും കവിതയിൽ നിന്നും സൂക്ഷ്മമായി കേൾക്കുന്നവനും സസൂക്ഷ്മം അറിയുന്നവനുമായ അള്ളാഹുവോട് ഞാൻ ശരണം തേടുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന, എന്തൊക്കെ സങ്കടമുണ്ടെങ്കിലും ഏതു തരത്തിലുള്ള വേദനയാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പ്രയാസങ്ങൾ ഏതു തരത്തിലുള്ള ഭാഷയിൽ പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സസൂക്ഷ്മം കേട്ട് അത് കൃത്യമായി മനസ്സിലാക്കി പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ആ നിലക്ക് നേർത്തതും കട്ടിയുള്ളതും രഹസ്യമായതും പരസ്യമായതും അള്ളാഹിനെ സംബന്ധിച്ച് അതൊന്നും ബാധകമല്ല എന്ന ആ ഒരു അറിവ് നമുക്കുണ്ടാവുകയും എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്നവനാണ് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ എന്ന ആ ഒരു ഉത്തമ തിരിച്ചറിവ് ബോധ്യം നമുക്കുണ്ടായി തീരുകയും ചെയ്യുക. റബ്ബ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.